ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തലസ്ഥാനം ഭരിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്നാൽ ബി.ജെ.പി കോർപ്പറേഷനിൽ അധികാരത്തിലെത്തി. കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി അധികാരത്തിലെത്തുമോ? അസംഭവ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. കേരളത്തിൽ ഒരു തൂക്ക് മന്ത്രിസഭയുടെ സാധ്യതയുണ്ടായാൽ എന്ത് ചെയ്യും? നിർണായകമായ സീറ്റുകളിൽ വോട്ട് പിടിച്ച് ബി.ജെ.പി ജയിച്ചു കയറിയാൽ ഇടതിനും വലതിനും ഭരിക്കാൻ അവസരം ലഭിക്കില്ല. കരമന സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം കൊമേഴ്സ് അധ്യാപകൻ കൂടിയായ നടൻ ജഗദീഷ് ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞിരുന്നു. എ എന്നും ബി എന്നും രണ്ട് മുന്നണികളുണ്ട്. എ ഭരിക്കുന്ന പാർട്ടിയാണ്, ബി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. സി പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതും സി ആയിരിക്കും. ജഗദീഷിന്റെ സി എന്നാൽ ബി.ജെ.പി ആണ്. അതാണ് സത്യം. കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായിട്ടില്ല. എന്നാൽ കേന്ദ്രത്തിൽ ഇതല്ല സ്ഥിതി. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ കൂട്ടുകക്ഷിക്ക് ഭരിക്കാൻ 50%-ലധികം സീറ്റ് വേണം. ലോക്സഭയിൽ 543 സീറ്റുകളും രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന 2 അംഗങ്ങളുമടക്കം 545 സീറ്റുകളാണുള്ളത്. ഇതിന്റെ 50% എന്ന നിലയിൽ 272 സീറ്റുകൾ ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾ മാത്രമേ അധികാരത്തിൽ വരികയുള്ളൂ. ഈ അവസരത്തിൽ താരതമ്യേന കൂടുതൽ സീറ്റുകൾ ലഭിച്ച കക്ഷികൾ സ്വതന്ത്രരെയും മറ്റു കക്ഷികളെയും ചേർത്ത് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നു. ഇത്തരത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് ആണ് തൂക്ക് സഭ. ഏറ്റവും വലിയ ഒറ്റ കക്ഷിയുടെ നേതാവിനെ സർക്കാർ രൂപീകരിക്കുന്നതിന് രാഷ്ട്രപതി ക്ഷണിക്കുന്നു. സംസ്ഥാനത്ത് ഗവർണറും. ആ പാർട്ടിക്ക് അതിന് സാധ്യമല്ലെങ്കിൽ ആദ്യമേ രൂപപ്പെടുത്തിയ സഖ്യത്തിന്റെ നേതാവിനെ ക്ഷണിക്കുകയും അതുമല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെടുത്തിയ സഖ്യത്തിന്റെയോ നേതാവിനെയോ സർക്കാർ രൂപീകരിക്കുന്നതിന് രാഷ്ട്രപതി ക്ഷണിക്കുന്നു. അതിന് സാധിക്കാത്ത പക്ഷം ഏറ്റവും കടുത്ത പരിഹാരം എന്ന നിലയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്നു. എന്നാൽ മറ്റു പാർട്ടികളിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ സീറ്റുള്ള പാർട്ടിയിലെ നേതാവ് പുറത്താക്കപ്പെട്ടേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ഒരു സുസ്ഥിര ഗവൺമെന്റ് രൂപീകരിക്കാനും നിലനിർത്താനും ആർക്ക് കഴിയും എന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാം. രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ വിശ്വാസ വോട്ട് നടത്തി ആർക്ക് കൂടുതൽ സഖ്യം തെളിയിക്കാൻ സാധിക്കുന്നുവോ അവർക്ക് സർക്കാർ രൂപീകരിക്കാം. എന്നിരുന്നാലും സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലോ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാലോ പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താവുന്നതാണ്. ഉദാഹരണമായി 6 മാസത്തിനുള്ളിൽ ഒരു സുസ്ഥിര സർക്കാർ പ്രാബല്യത്തിൽ വരുത്താൻ ഒരു പാർട്ടിക്കോ കൂട്ടുകക്ഷിക്കോ സാധിക്കുന്നില്ലെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കണം. ഇന്ത്യ തൂക്ക് സഭയ്ക്ക് സാക്ഷിയാകേണ്ടി വന്ന സന്ദർഭങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിലൊന്ന് പരിശോധിക്കാം. ആദ്യമായി തൂക്ക് സഭ നിലവിൽ വന്നത് 1984-ലെ 9ാം ലോക്സഭയിലാണ്. നിരവധി വിവാദങ്ങൾ നേരിട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 207 സീറ്റ് നഷ്ടപ്പെടുകയും 197 സീറ്റ് മാത്രം ലഭിക്കുകയും ചെയ്തു. അതേസമയം ജനതാദളിന് 143 സീറ്റ് ലഭിച്ചു. മാത്രമല്ല ബി.ജെ.പി 529-ൽ 85 സീറ്റുകളെന്ന ആകർഷകമായ നേട്ടം കൈവരിച്ചു. ഇതിൽ ജനതാദൾ ബി.ജെ.പിയും വലതുകക്ഷിയുമായി ചേർന്ന് ദേശീയ മുന്നണി സർക്കാർ രൂപീകരിക്കുകയും വിശ്വനാഥ് പ്രതാപ് സിംഗ് പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു. എന്നാൽ 1990-ൽ വി.പി. സിംഗും ചന്ദ്രശേഖറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ജനതാദൾ പിളരുകയും സമാജ്വാദി പാർട്ടി രൂപീകൃതമാകുകയും ചെയ്തു. തുടർന്ന് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പിന്തുണയോടെ ചന്ദ്രശേഖർ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചു. 1990 നവംബർ 10 മുതൽ 91 ജൂൺ 21 വരെ ചുരുങ്ങിയ കാലം മാത്രം ഭരിക്കുകയും ശേഷം 10ാം ലോക്സഭയിലേക്ക് കടക്കുകയും ചെയ്തു. വീണ്ടും തൂക്ക് സഭ നിലവിൽ വരുന്നത് 1991-ൽ 10ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. 120 സീറ്റുകളിൽ വിജയിച്ച് ബി.ജെ.പി ഉയർന്ന നേട്ടം കൈവരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്. കോൺഗ്രസിന് 232 സീറ്റും ലഭിച്ചു. ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം സീറ്റ് ലഭിക്കാതെ വരികയും അതേ തുടർന്ന് മറ്റു കക്ഷികളുടെ പിന്തുണയോടെ പി.വി. നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചു. ഈ ഭരണം 5 വർഷം പൂർത്തീകരിച്ചു. 1996-ൽ 11ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ വീണ്ടും തൂക്ക് സഭയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നു. ഇത്തവണ പ്രധാന കക്ഷികളായ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലായിരുന്നു പോരാട്ടം. പ്രസ്തുത തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 161 സീറ്റും കോൺഗ്രസിന് 141 സീറ്റും ജനതാദളിന് 46 സീറ്റും ലഭിച്ചു. ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വരവറിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. തുടർന്ന് വ്യവസ്ഥാ പ്രകാരം ബി.ജെ.പി കൂട്ടുകക്ഷികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചു. എന്നാൽ ഇതിന് അധിക നാൾ നീണ്ടു നിന്നില്ല. വാജ്പേയി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. തുടർന്ന് ജനതാദൾ പോലുള്ള താരതമ്യേന ചെറിയ പാർട്ടികൾ രംഗത്ത് വരികയും ദേവഗൌഡ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു.
എന്നാൽ 18 മാസം മാത്രമേ അദ്ദേഹം സ്ഥാനം വഹിച്ചുള്ളൂ. ശേഷം IK ഗുജറാൾ 1 വർഷം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചു. 2 വർഷത്തിന് ശേഷം 12ാം തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു. 1998 തൂക്ക് സഭ ആവർത്തിച്ചു. BJP 182 സീറ്റുകളിലേക്ക് കുതിക്കുകയും കോൺഗ്രസ് 141 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു. പ്രാദേശിക പാർട്ടികൾ 101 സീറ്റ് ലഭിച്ചു. തുടർന്ന് BJP പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് ദേശീയ ജനാധിപത്യ സഖ്യം രൂപീകരിച്ചു. ശേഷം വാജ്പേയി വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചു. ഇതധിക നാൾ നീണ്ടുനിന്നില്ല. 13 മാസത്തിന് ശേഷം വാജ്പേയി സ്ഥാനം രാജിവെച്ചു. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാം. നിയമസഭയിൽ നടക്കാൻ പോകുന്ന നാടകത്തിന്റെ കർട്ടൻ റേസർ ആയിരുന്നു തിരുവനന്തപുരം എന്ന് പലരും പറയുന്നുണ്ട്. 50 സീറ്റുകൾ നേടിയ BJPക്ക് 1 സീറ്റിന്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് കണ്ണമൂലയിൽ നിന്നുള്ള സ്വതന്ത്ര കൗൺസിലർ നിർണായകമായി മാറിയത്. സ്വതന്ത്രർ പിന്തുണച്ചതോടെ നഗരസഭ BJP പിടിച്ചെടുത്തു. ഇതാണ് BJP പരീക്ഷണം. കേരളത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ നടത്തിയ പ്രചാരണത്തിന് വലിയ സാധ്യതകളാണ് ലഭിച്ചത്. ഇടതിലെയും വലതിലെയും നാട്ടുകാർക്ക് മടുത്തതിന്റെ ഉദാഹരണമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന അടക്കം പറച്ചിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ 81 മണ്ഡലങ്ങളിൽ UDFന് ഭൂരിപക്ഷം കാണാം. എന്നാൽ ആ രാഷ്ട്രീയ കാറ്റ് ഇപ്പോൾ മാറി വീശിയിരിക്കുകയാണ്. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമായതും ഫലങ്ങൾ പ്രവചനാതീതമാക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ തവണ ചെറിയ മാർജിനിൽ തോറ്റവ പിടിച്ചെടുക്കാനും വിജയിച്ചവർ നിലനിർത്താനും ഓരോരുത്തരും നന്നേ പൊരുതും. കാരണം ഈ പോരാട്ടം അവരുടെ ഭാവിയുടെ വിധിയെഴുത്തു കൂടിയാണ്. ഇടത് വലത് മുന്നണികൾ കേവല ഭൂരിപക്ഷമായ 71 സീറ്റ് നേടാതിരിക്കുകയും BJP 5-ലധികം സീറ്റുകൾ നേടുകയും ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. BJPയുടെ സഹായമുണ്ടെങ്കിൽ മാത്രം അധികാരത്തിലെത്താം എന്ന സാഹചര്യമുണ്ടായാൽ എന്ത് സംഭവിക്കും? ഇതിന് മെയ് 4 വരെ കാത്തിരിക്കണം. ഇത്രയും കാലം ഇടത് വലത് മുന്നണികൾ കളം ചവിട്ടി നിന്ന കേരളത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതും കേരളത്തിന്റെ ചരിത്രത്തിലാദ്യം. പതിയെ BJP സാന്നിധ്യം ഉറപ്പിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ സംഭവത്തെ എല്ലാവരും നോക്കിക്കാണുന്നത്. 2031 തെരഞ്ഞെടുപ്പിൽ BJP നിർണായക ശക്തിയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ NDA 0 എന്ന് പ്രവചിച്ച മാധ്യമങ്ങളാണ് ഇക്കുറി 5 സീറ്റ് വരെ പ്രവചിച്ചിരിക്കുന്നത്. 2031 BJPക്ക് നിർണായകമാകാൻ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി അധികാരത്തിലെത്തിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. ഒറ്റ സീറ്റിൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണയും ആവർത്തിക്കുമോ? ഭരണവിരുദ്ധ വികാരമോ ന്യൂനപക്ഷ വോട്ട് ഏകീകരണമോ സംഭവിക്കാത്ത പക്ഷം ഇത്തവണ ഭരണം ലഭിക്കാൻ LDFനും UDFനും നന്നായി വിയർപ്പൊഴുക്കേണ്ടി വന്നിട്ടുണ്ട്. BJP 4 സീറ്റ് വരെ നേടുമെന്ന് സർവേ ഫലങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ BJPയുടെ ഫലവും നിർണായകമാകും. പുറത്തുവന്ന സർവേകൾ വിശകലനം ചെയ്താൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം 1 മുതൽ 5 വരെ സീറ്റുകളിൽ നിൽക്കാം. ആ കണക്ക് യാഥാർത്ഥ്യമായാൽ ഓരോ സീറ്റും മുന്നണികൾക്ക് നിർണായകമാകും. അവ നേടാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അതാർക്ക് വീഴും, ആർക്ക് കിട്ടുമെന്നുള്ളതൊരു ചോദ്യമാണ്. പ്രത്യേകമായി എടുത്തു പറയുന്ന 26 സീറ്റുകളിൽ ആര് ഭൂരിപക്ഷം നേടുന്നോ അവർ ആയിരിക്കും ഇത്തവണ ട്രഷറി ബെഞ്ചിലിരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഓരോ പക്ഷത്തേക്കും മറിഞ്ഞ സീറ്റുകളാണ് ഈ 26-ൽ വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പാർട്ടിയായി മാറിയത് BJP ആണ്. സംസ്ഥാനത്ത് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ കളം നിറയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ്. ഇക്കുറി തങ്ങൾ നേടുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആണയിടുന്നത് എന്ത് ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതൊരു ചോദ്യമാണ്.